ശിവസേന ഗുണ്ടായുസത്തെ ചൊല്ലി നിയമസഭയിൽ പ്രതിഷേധം. പോലീസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി. ശിവസേനയ്ക്ക് നേരെ പിണറായി പോലീസിന്റെ ലാത്തി ഉയരില്ലെന്ന് പ്രതിപക്ഷം. ഗുണ്ടകൾക്ക് പിന്നിൽ പ്രതിപക്ഷമാണോ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിൽ സഭ പ്രക്ഷുബ്ധം. കൊച്ചിയിൽ സദാചാര ഗുണ്ടായുസത്തിനെതിരെ വൻ പ്രതിഷേധം. ചുംബന സമരത്തിനെത്തുന്നവരെ വീട്ടുകാരെങ്കിലും പിന്തുണയ്ക്കുമോ എന്ന് കോടിയേരി. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന വെള്ളം തടഞ്ഞ സംഭവത്തിലെ ആരോപണ പ്രത്യാരോപണങ്ങളാൽ നിയമസഭ സ്തംഭിച്ചു. രമേശ് ചെന്നിത്തല, KV അബ്ദുൽ ഖാദറിനെതിരെയും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെയും നടത്തിയ പരാമർശങ്ങളാണ് സഭയിൽ വാക്കേറ്റത്തിന് ഇടയാക്കിയത്. മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ശിവസേനയുടെ സദാചാര ഗുണ്ടായുസത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിനിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് കൊണ്ടുവന്ന വെള്ളം ഗുണ്ടകൾ ഒഴുക്കിക്കളഞ്ഞ കാര്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ് നിയമസഭയിൽ നാടകീയ രംഗങ്ങൾക്കിടയാക്കിയത്. വെള്ളം തടഞ്ഞത് UDF കൗൺസിലർമാരാണെന്ന KV അബ്ദുൽ ഖാദർ MLA യുടെ വിശദീകരണത്തിന് ചെന്നിത്തല നൽകിയ മറുപടി ഭരണപക്ഷ ബഹളത്തിനിടയാക്കി. ഗുരുവായൂർ MLA ശ്രീ അബ്ദുൽ ഖാദർ അതിനകത്ത് രാഷ്ട്രീയം കലർത്തി കോൺഗ്രസിൻ്റെ കൗൺസിലർമാരാണ് ഇതിന് ഉത്തരവാദികളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരം തടസ്സപ്പെടുത്തുന്നവരെ അവിടുത്തെ മെമ്പർ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചില പ്രചരണങ്ങൾ നടത്തുന്ന അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ്. ഗുരുവായൂർ പ്രസാദവൂട്ട് തടസ്സപ്പെടുത്തുന്നതിൽ അബ്ദുൽ ഖാദറിന് എന്ത് കാര്യം എന്ന് അദ്ദേഹം ചോദിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന കോൺഗ്രസ് പോലെ ഒരു മതനിരപേക്ഷ പാർട്ടിയുടെ നേതാവ് ഒരിക്കലും അത്തരം ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. ബഹളത്തെ തുടർന്ന് ചെന്നിത്തലയുടെ പരാമർശം രേഖകളിൽ നിന്ന് മാറ്റുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ വിവാദ പ്രസ്താവന നടത്തിയത്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശിവസേനക്കാരെ വാടകയ്ക്കെടുത്തതാണോ എന്നാണ്. ഇതിന്റെ പിന്നിൽ അത്യന്തം ഹീനമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ സംശയിക്കുകയാണ്. സർ, ഇവരെല്ലാവരും വന്ന് ഇവിടെ ഇരുന്നിരിക്കുകയാണല്ലോ. സർ, ഇരിക്കുന്നത് വെറുതെയല്ല. ഇന്നലത്തെ നാടകത്തിന് പിന്നിൽ ഇവരുടെ കൈകളില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷവും പ്രതിരോധിച്ച് ഭരണപക്ഷവും ബഹളമുയർത്തിയതോടെ സ്പീക്കർക്ക് സഭ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് സഭ പുനരാരംഭിച്ചെങ്കിലും മുഖ്യമന്ത്രി പരാമർശം പിൻവലിക്കണമെന്ന വാദത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. പരിശോധിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞെങ്കിലും തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം. ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണോ എന്ന് സംശയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. എന്തടിസ്ഥാനത്തിലാണ് ഉത്തരവാദപ്പെട്ട കസേരയിലിരുന്ന് മുഖ്യമന്ത്രി അത്തരമൊരു പരാമർശം നടത്തുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. മറ്റൊന്ന്, ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ KV അബ്ദുൽ ഖാദർ MLAക്ക് അതിലെന്തു കാര്യമെന്ന ചോദ്യം ഉന്നയിക്കുന്നു രമേശ് ചെന്നിത്തല. ഇത്ര തരംതാണ മനസ്സിനുടമയാണോ നമ്മുടെ ജനപ്രതിനിധികൾ എന്നത് മറ്റൊരു ചോദ്യം. ഇത് വിശദമായി പരിശോധിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. ആദ്യം ശ്രീ KV അബ്ദുൽ ഖാദർ, ഇന്ന് മുഖ്യമന്ത്രി തൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് ഇന്നലെ കൊച്ചിയിൽ നടന്ന ശിവസേനയുടെ ഗൂണ്ടായുസത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിൻ്റെ കരങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന്. മുഖ്യമന്ത്രി ഒരു കവല പ്രസംഗത്തിലല്ല അത് പറയുന്നത്. നിയമസഭയിൽ വളരെ ആധികാരികമായ മറുപടി പറയുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. എന്തടിസ്ഥാനത്തിലാണ് പോലീസ് വകുപ്പിൻ്റെ മന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്? അല്ല, മുഖ്യമന്ത്രി ഹൈബി ഈഡൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരത്തെ സംസാരിച്ചിരുന്നു. ആ പ്രസംഗത്തിൽ ഒരിടത്തും ഇത്തരമൊരു പരാമർശം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ ശിവസേന എന്ന് പറയുന്ന സംഘടന നടത്തിയത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ നടപടിയാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതിന് നേരിടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നടപടി സ്വീകരിക്കും. പോലീസിൻ്റെ കയ്യിലുള്ള ലാത്തി ഉയരേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലാണ് എന്ന് മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് വിശദീകരണം നൽകിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതിനുശേഷം ആണ് ഹൈബി വിഷയം അവതരിപ്പിച്ചു. പിന്നീട് മുഖ്യമന്ത്രി വീണ്ടും മറുപടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രസംഗത്തിന് എഴുന്നേറ്റു. അപ്പോൾ സാധാരണഗതിയിൽ റൂൾ 50 അനുസരിച്ച് സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് നോട്ടീസ് നൽകുന്നതെന്ന് കൃത്യമായി എഴുതി കൊടുക്കും. ആ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം
ഏത് രീതിയിലുള്ളതും ആവാം. പിന്നെ പ്രതിപക്ഷ നേതാവിനും അവതാരകനും അത് പറയാവുന്നതാണ്. പക്ഷേ ഈ രണ്ട് ഘട്ടത്തിലും എഴുതി കൊടുക്കുകയോ പിന്നെ പ്രമേയ അവതാരണത്തിൻ്റെ ഘട്ടത്തിൽ പറയുകയോ ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം എടുത്തിടുകയാണ്. അത് ഗുരുവായൂരിലേക്കുള്ള വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു തെറ്റായ നിലയിലായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദകൂട്ട് തടസ്സപ്പെട്ടിരിക്കുന്നു, അവിടേക്കുള്ള പിന്നെ വെള്ളം ചില ഗുണ്ടകൾ തടഞ്ഞു നിർത്തി. അതാണ് ഇന്നത്തെ സഭയിലെ അടിയന്തര പ്രമേയ ആവശ്യാനുമതി. അതിന്റെ കൂടെ ഇതുകൂടി ചേർക്കാമോ എന്നതാണ്. അതിലേക്ക് നമുക്ക് വരാം. മുഖ്യമന്ത്രി പറയുന്നത് ഇന്നലത്തെ കൊച്ചിയിലെ ഗുണ്ടായിസം പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത് നാടകം കളിച്ചതിന് ശേഷം ഇവിടെ വന്നിരിക്കുകയാണ് എന്നതാണ്. അത് കേവലമായ രാഷ്ട്രീയ ആരോപണമാണോ? അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് പോലീസ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായി പറയുന്നതാണോ എന്നതാണ്. താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരും. ഇത് മുഖ്യമന്ത്രിയുടെ പരാമർശം കേവലമായ രാഷ്ട്രീയ ആരോപണം നിലയിൽ ലഘൂകരിച്ച് കണ്ടാൽ മതിയോ എന്നതാണ്. അല്ല, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സാർ അങ്ങ് പറയുന്നത് വസ്തുതാപരമല്ല. കാരണം അവിടെ ജലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. അവിടെ കോൺഗ്രസ് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള പ്രശ്നമുണ്ട്, പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രകോപിതനായി. അപ്പോഴാണ് നേരത്തെ പരാമർശിച്ച പദപ്രയോഗം നടത്തുകയും സഭ പ്രക്ഷുബ്ധമാവുകയും ചെയ്തത്. ഇതേ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ വെല്ലിലേക്ക് എരച്ചു കയറി അവിടെ സമരം ആരംഭിച്ചു. VT ബൽറാം റെക്കോർഡ് എഴുതുന്ന ആളുകളുടെ പുറകിൽ വന്നു നിന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സംസാരിച്ചു. ആ രീതിയിലുള്ള സംഭവം നടക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയത്. കാരണം അദ്ദേഹം നേരത്തെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ബൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളിവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇന്നലെയൊക്കെ നടത്തിയത് വാടകയ്ക്ക് നടത്തിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ കൊച്ചി സംഭവത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാട് നേരത്തെ അദ്ദേഹം വിശദീകരിച്ചതാണ്. അതേക്കുറിച്ച് പറയാതെ ഈ ഘട്ടത്തിൽ പറഞ്ഞ കാര്യം മാത്രം എടുത്ത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. ശ്രീ ശബരിനാഥൻ, ഇവിടെ ഒന്ന് സദാചാര ഗുണ്ടായിസവും പോലീസിന്റെ വീഴ്ചയുമാണ് വിഷയം. അത് സമഗ്രമായി ഹൈബി ഈഡൻ എന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ മറുപടി പറഞ്ഞു, പിന്നീട് ഹൈബി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം വാക്കൌട്ട് സംസാരത്തിന് എണീക്കുമ്പോൾ എന്തിനാണ് ഇതുമായി ബന്ധമില്ലാത്ത ഒരു വിഷയം വളരെ ഡെലിബറേറ്റ്ലി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്? അത് ഗുരുവായൂരിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ചതിനെ സദാചാര ഗുണ്ടായിസമായി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. അതിനുശേഷം അക്കാര്യത്തിൽ ഗുരുവായൂരിലെ വെള്ളം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഗുരുവായൂർ MLA ആയ അബ്ദുൽ ഖാദറിന് സംസാരിക്കാമല്ലോ. അപ്പോൾ അവിടുത്തെ പ്രസാദമൂട്ടിനെ കുറിച്ച് പറയാൻ അബ്ദുൽ ഖാദറിന് എന്ത് കാര്യമെന്ന് ചോദിക്കാൻ തക്കവണ്ണം തരംതാണ മാനസികാവസ്ഥയ്ക്ക് ഉടമയാണോ നമ്മുടെ പ്രതിപക്ഷ നേതാവ്? ആദ്യമായി ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വിഷയങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് ഈ ഗുരുവായൂരിലെ പ്രസാദമൂട്ട് സംബന്ധിച്ച പ്രശ്നം, രണ്ട് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്ത ഈ സദാചാര പോലീസിങ്ങിനെ കുറിച്ച്, രണ്ട് തരത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആദ്യം, ഇന്ന് ശ്രീ ഹൈബി ഈഡൻ റൂൾ 50 അനുസരിച്ച് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ ആ നോട്ടീസിൽ പ്രധാനമായി ഉന്നയിച്ച വിഷയം ഇന്നലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കൊച്ചി എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ നടന്ന സദാചാര ഗുണ്ടായിസമാണ്. അതിനുള്ള എക്സ്പ്ലനേഷൻ നോട്ട് കൊടുത്തപ്പോൾ അതിനോടൊപ്പം കഴിഞ്ഞ 1.5 മാസമായി സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം കാരണം, പ്രത്യേകിച്ച് പോലീസ് ഒന്നും ചെയ്യാതെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായ ചിത്രരേഖ എന്നുള്ള കുട്ടിക്കുണ്ടായ അസ്മിതയ്ക്കുമുണ്ടായ പ്രശ്നവും, അതിനോടൊപ്പം ഈ അടുത്ത കാലത്ത് അനീഷ് എന്ന് പറഞ്ഞൊരു കുട്ടി വാലന്റൈൻസ് ഡേക്ക് ഫെബ്രുവരി 14 സദാചാര പോലീസ് മർദ്ദിച്ചത് മൂലം 22-ാം തീയതി ആത്മഹത്യ ചെയ്ത വിഷയം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചർച്ചകൾ നടന്ന് വളരെ ഭംഗിയായി എൻ്റെ സുഹൃത്ത് ഹൈബി ഈഡൻ ഈ വിഷയങ്ങൾ ഓരോ കാര്യങ്ങളക്കമിട്ട് നിരത്തി അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അനുശാസിക്കുന്ന പോലെ വാക്കൗട്ട് പ്രസംഗം നടത്തിയപ്പോൾ അതിനോടൊപ്പം അദ്ദേഹം ഇന്നലെ വൈകിട്ടോ ഇന്ന് രാവിലെയോ അദ്ദേഹത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ പീതാംബരക്കുറുപ്പ് ex-MP വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ, ഗുരുവായൂർ അമ്പലത്തിൽ പ്രസാദയൂട്ടിന് വേണ്ടിയുള്ള 15,000 ലിറ്റർ വെള്ളം കൊണ്ടുവരുന്നതിനെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സദാചാര ഗുണ്ടകൾ തുറന്നുവിട്ടതിൻ്റെ വിഷയം അവിടെ അവതരിപ്പിക്കേണ്ടത് തന്നെയാണ്. അടിയന്തര പ്രമേയം എന്ന് പറയുമ്പോൾ മാറ്റേഴ്സ് ഓഫ് ഇമ്മീഡിയറ്റ് കൺസേൺ, അപ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഭ അത് സദാചാര ഗുണ്ടായിസവുമായി എങ്ങനെ ബന്ധിക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് ആശയക്കുഴപ്പം തോന്നുന്നുണ്ട്. പോട്ടെ, അത് അവതരിപ്പിക്കുകയാണ് അവിടെ. അതൊരു സദാചാര പ്രശ്നമല്ല, അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അതിൽ ചില രാഷ്ട്രീയ എതിരാളികളായ ആളുകൾ തന്നെ ഉണ്ട് എന്ന് പറയാൻ MLA ശ്രമിക്കുമ്പോൾ അവിടുത്തെ കാര്യത്തിൽ
പ്രസാദമൂട്ടിന്റെ കാര്യത്തിൽ അബ്ദുൽ ഖാദറിന് എന്ത് കാര്യമെന്ന് എങ്ങനെയാണ് ചോദിക്കാനാവുക? അദ്ദേഹം ജനപ്രതിനിധിയാണ്, ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ആ അമ്പലം. അതിലേക്ക് ഞാൻ വരാം. ഇതിലേക്ക് ഞാൻ വരാം. നമ്മൾ ഓരോ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് മനസ്സിലാക്കണം. ഈ ഒരു പ്രശ്നം പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ചപ്പോൾ ഒരുപക്ഷെ ശ്രീ അബ്ദുൽ ഖാദറിന് അവിടെ സംസാരിക്കുവാനുള്ള നിയമപരമായ റൈറ്റ് ഇല്ല. പക്ഷേ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഗുരുവായൂർ MLA-ക്ക് വേണ്ടി വഴങ്ങണം എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞപ്പോൾ ഉത്തമമായ മര്യാദ കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇരുന്നു കൊടുത്ത് അബ്ദുൽ ഖാദർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ശ്രീ അബ്ദുൽ ഖാദർ സംസാരിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നു. 2 കോൺഗ്രസ് കൗൺസിലർമാരാണെന്നാണ് പറഞ്ഞത്. അതിന് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോഴും അവിടുത്തെ ആളുകളെ സംസാരിച്ചപ്പോൾ അതിൽ മറ്റു പാർട്ടിക്കാരാണെന്ന് മനസ്സിലാക്കുന്നത്. അതിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞ് ഈ പ്രോബ്ലം ഏകദേശം സെറ്റിലായതിനു ശേഷമാണ് വീണ്ടും ഭരണപക്ഷ ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു പ്രകോപനമുണ്ടായത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൂട്ട് തടയാൻ നോക്കുന്നവരെ എന്തുകൊണ്ട് അബ്ദുൽ ഖാദർ ന്യായീകരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. റെക്കോർഡ്സ് എടുത്ത് നോക്കാം. അത് സഭയിൽ നടന്ന കാര്യങ്ങളെ മുറിച്ച് മാറ്റി എഡിറ്റിംഗ് നടത്തി നവമാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഗുരുവായൂരിൽ അബ്ദുൽ ഖാദറിന് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ആ ഒരു രാഷ്ട്രീയം, ഒരുപക്ഷെ ഇതിൽ നിന്ന് ഈ മതസ്പർദ്ധ ഉണ്ടാക്കി പൊളിറ്റിക്കൽ മൈലേജ് കിട്ടാൻ വേണ്ടി അതിൽ രാഷ്ട്രീയം കാണുന്നത് കോൺഗ്രസ് ആണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണോ നമ്മൾ ഈ വിഷയത്തിൽ അബ്ദുൽ ഖാദറിന് ഇടപെടാൻ എന്ത് കാര്യമെന്ന് ചോദിച്ചു എന്നത് അങ്ങേയറ്റം വർഗീയ താല്പര്യം വെച്ചുകൊണ്ടാണ് എന്ന വിമർശനമാണ് ഭരണപക്ഷ ബെഞ്ച് ഉന്നയിച്ചത്. അപ്പോ ഇന്ന് ആ പ്രതിഷേധത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്ന ഘട്ടത്തിൽ അത് മുറിച്ചു മാറ്റാം, സഭാരേഖകളിൽ നീക്കാം എന്ന് സ്പീക്കർ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ നീക്കുന്നു. ഇന്ന് വെബ്കാസ്റ്റ് പരിശോധിച്ചാൽ വെബ്കാസ്റ്റിലും ആ ഭാഗം കാണാൻ കഴിയില്ല. ഏതു ഭാഗമാണ് മുറിച്ചു മാറ്റിയത്? ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് വെബ്കാസ്റ്റും വരുന്നത്. അപ്പോൾ അവർ ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഏതോ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ പരാമർശം എന്താണ്? നമ്മൾ പറയുന്നത് ഈ വെബ്കാസ്റ്റ് നടക്കുന്നത് ആൾക്കാർ കാണട്ടെ എന്നുള്ളതാണ്. അദ്ദേഹം മുറിച്ചു മാറ്റിയത് കൊണ്ട് സാധാരണ എന്തിങ്ങനെ പ്രകോപനം വന്നാലും ഒരു പോയിന്റ് വന്നാൽ ചർച്ച ചെയ്ത് പിന്നെ ഡിസ്കസ് ചെയ്ത് മുറിച്ചു മാറ്റാമെന്നാണ് പറയുന്നത്. യാതൊരു തീരുമാനവും എടുക്കാതെ പെട്ടെന്ന് സ്പീക്കർ അവിടെ നിന്ന് അത് സഭാരേഖകളിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്നത് ശരിയല്ല. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളെ ഒരുപക്ഷം സത്യം വെളിയിൽ വരുമെന്ന് മനസ്സിലായിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം മുറിച്ചു മാറ്റാമെന്ന് അത് നീക്കം ചെയ്തത്. അത് നീക്കം ചെയ്യല്ലെന്നാണ് നമ്മുടെ അഭിപ്രായം. നീക്കം ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ അത് സത്യം എന്താണെന്നുള്ളത് ഇന്നോ നാളെയോ അല്ല, ചരിത്രം പഠിക്കുന്ന 10 വർഷത്തിന് ശേഷമോ 20 വർഷത്തിന് ശേഷമോ 50 വർഷത്തിന് ശേഷമോ. അബ്ദുൽ ഖാദർ ഇക്കാര്യത്തിൽ താങ്കളിലേക്ക് വീണ്ടും വരികയാണ്. അതായത് ഈ മുറിച്ചു മാറ്റിയ ദൃശ്യങ്ങൾ വീണ്ടും കൊണ്ടുവന്നാൽ അത് കേൾക്കാൻ ആളുകൾ കേൾക്കട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. അവർക്ക് ആ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് അവിടേക്ക് വെള്ളം കൊണ്ടുവരുന്നത് തടഞ്ഞു സദാചാര ഗുണ്ടകൾ, പോലീസ് നോക്കി നിൽക്കെ. ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കുകയാണ് സാർ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അത് സദാചാര ഗുണ്ടായിസമല്ല, അവിടെ രാഷ്ട്രീയം വന്നിട്ടുണ്ട്, അവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൗൺസിലർമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് താങ്കൾ ഇടപെട്ട് പറയുന്നു. അപ്പോൾ ഗുരുവായൂരിലെ കാര്യങ്ങൾ മുടക്കുന്ന പ്രതികൾക്ക് വേണ്ടി താങ്കൾ എന്തിന് സംസാരിക്കണം എന്ന കേവലമായ ന്യായമായ ഒരു ചോദ്യം ചോദിച്ചതിനെ താങ്കൾ ഒരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് ഗുരുവായൂരിൽ താങ്കൾ ഇടപെടുന്നതിനെ വിലക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നതാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്ന് സഭാരേഖകൾ കിടക്കട്ടെ, അത് വെബ്കാസ്റ്റിൽ വരട്ടെ എന്ന ആർജവത്തോടെ അവർക്ക് പറയാനും കഴിയുന്നുണ്ട്. അല്ല, ഒരിക്കലും അല്ല. അത് ഈ വിശദീകരണത്തിൽ ചില പെശകുകളുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ഇടപെട്ടത് ശ്രീ രമേശ് ചെന്നിത്തല ഈ കാര്യം മുഴുവൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, വലിയ പദവിയുള്ള ആളാണ്. അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അവിടെ അതിന് മുമ്പ് സംഭവങ്ങളുണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം തടസ്സപ്പെടുത്തിയെന്നും പ്രസാദൂട്ട് നിലച്ചുവെന്നും എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പറയുക? അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടല്ല പറഞ്ഞത് എന്നാണ് എൻ്റെ ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ ഒരു കാര്യം, ഗുരുവായൂർ ദേവസ്വത്തിന് ചാവക്കാട് ദ്വാരക ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് 14 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ലാതെ കൊണ്ടുവരുന്നുണ്ട്. കണ്ടാണശ്ശേരിയിൽ സ്വന്തമായിട്ട് വെള്ളം എടുക്കാനുള്ള സ്ഥലമുണ്ട്. തൈക്കാടിന് പിന്നെ വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി. ആ തർക്കം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സദാചാര ഗുണ്ടയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ പിന്നെ കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ടുള്ള പിന്നെ ജോയ് ചെറിയാൻ, അതുപോലെ കുന്നിക്കൽ റഷീദ്, ഒരു ജലീൽ, അവിടെയുള്ള മറ്റു ചില ആളുകൾ, ഞാൻ പറഞ്ഞ ഈ പിന്നെ ആളുകളുടെ നേതൃത്വത്തിൽ എതിർപ്പുണ്ടായി. ആദ്യഘട്ടത്തിൽ കളക്ടർ താൽക്കാലികമായിട്ട് തടഞ്ഞു. അവിടുത്തെ ലോഡ്ജ് ഉടമകളും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഉടമകളും ഈ കഴിഞ്ഞ 7-ാം തീയതി സമരം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചു. 5-ാം തീയതി വൈകിട്ട് ഞാൻ വിഷയത്തിൽ ഇടപെട്ടു. കാരണം ഗുരുവായൂർ ഉത്സവം നടക്കുകയാണ്,
ലോഡ്ജുകളും ഹോട്ടലുകളും അടച്ചിടുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ കളക്ടറോട് പറഞ്ഞു, ഒരു കാരണവശാലും അവിടേക്ക് വെള്ളം തടയാൻ പാടില്ല. കാരണം അത് എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ സന്നദ്ധമാവണം. കളക്ടർ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ 6-ാം തീയതി ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു പശ്ചാത്തലം. എന്റെ ചോദ്യം, MLA ഇക്കാര്യത്തിൽ അവിടുത്തെ ഇടപാടുകൾ മുടക്കാൻ ശ്രമിക്കുന്ന പ്രതികളുമായി, അല്ലെങ്കിൽ ആ പ്രതികളെ സംരക്ഷിക്കാൻ, ആ പ്രതികളെ വെള്ളപൂശാൻ നിങ്ങൾ എന്തിന് ശ്രമിക്കണം ശ്രീ KV അബ്ദുൽ ഖാദർ എന്നാണോ രമേശ് ചെന്നിത്തല ചോദിച്ചത്? അതോ ഗുരുവായൂർ അമ്പലത്തിൽ താങ്കൾക്ക് എന്ത് കാര്യമെന്നാണ്? ഈ വിഷയം പ്രതിപക്ഷ നേതാവ് എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യേണ്ട എൻ്റെ ചുമതലയല്ലേ? അദ്ദേഹം പറഞ്ഞാലോ വസ്തുതാപരമായ പിശക് ചൂണ്ടിക്കാണിക്കേണ്ട എൻ്റെ ബാധ്യതയല്ലേ? ഞാൻ കൊച്ചി സംഭവത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അവതരണത്തെയോ ഹൈബീഡൻ്റെ അവതരണത്തെയോ ആർഗ്യുമെന്റിനെയോ ഒന്നും യഥാർത്ഥത്തിൽ എതിർത്തിരുന്നില്ല. ഞാൻ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദത്തെ ഞാൻ എതിർക്കുകയും ഈ രാഷ്ട്രീയം ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉടനെ അദ്ദേഹം പ്രകോപിതനായി. അപ്പോൾ ഗുരുവായൂർ പ്രസാദ് ഊട്ട് തടസ്സപ്പെടുന്നവരെ ന്യായീകരിക്കുകയാണോ അബ്ദുൽ ഖാദർ എന്ന മട്ടിലായി. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ. കാരണം ഞാൻ അവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഇടപെട്ട ഒരാളാണ്. അതിനെയാണ് എതിർത്തത്. ഇതേ സമയത്ത് ഈ പരാമർശം ഞങ്ങളുടെ ബെഞ്ചിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കി. ഈ പ്രതിഷേധമാണ് സഭയിൽ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇവരും ശക്തമായിട്ട് ഇറങ്ങി. VT ബൽറാം മുഖ്യമന്ത്രി വിരൽ ചൂണ്ടി ഒച്ചത്തിൽ സംസാരിച്ചു. ഇതൊക്കെ സഭയിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒന്നുമില്ലാന്ന് എൻ്റെ സുഹൃത്ത് ശബരി പറഞ്ഞാൽ അത് വസ്തുതാപരമായിരിക്കില്ല. അതാണ്, അക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് സദാചാര ഗൂണ്ടായുസവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് സഭയിൽ ഇത്തരം എല്ലാ കോലാഹലങ്ങൾക്കും വഴിവെച്ചത് എന്നതാണ്. ശ്രീ സജീവൻ, ഇവിടെ നിയമസഭയിൽ നിന്നുണ്ടായ കോലാഹലമെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. മുഖ്യമന്ത്രി പറയുകയാണ്, ഈ സദാചാര ഗൂണ്ടകളെ നിങ്ങൾ വാടകയ്ക്കെടുത്തതാണോ, നിങ്ങളാണോ അതിൻ്റെ പിന്നിൽ നാടകം കളിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാടകം കളിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് ബഹളം വെക്കുന്നുവെന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്നതാണ്. നേരത്തെയും അദ്ദേഹത്തിൻ്റെ തോന്നൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് KSUവിൻ്റെ കരിങ്കൊടി പ്രയോഗവുമായി ബന്ധപ്പെട്ട്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കൂടുതൽ അവധാനതയോടെ നിലപാട് സ്വീകരിക്കണമായിരുന്നോ? മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ പോലീസ് ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തി വളരെ കാര്യപ്രധാനമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളായിരുന്നു. ബോധ്യമില്ലാത്ത കാര്യത്തിൽ അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്നത് ന്യായമായ ഒരു മറുവാദമാണോ? തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതമാണല്ലോ ഇപ്പോഴും നമ്മൾ ഇന്ന് സഭയിൽ കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി ആദ്യം തീർത്തും പാസീവായിട്ട് തൻ്റെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഇന്നലെ നടന്ന നാടകവും ഇതിൻ്റെ ഭാഗമായിരുന്നു എന്ന രീതിയിൽ വളരെ ഒരു തമാശ പറയും പോലെ പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം ഇത് ആവർത്തിച്ചപ്പോഴത് കുറച്ചുകൂടി രൂക്ഷമായി. ഇത് പ്രതിപക്ഷം തന്നെ കൊണ്ടുവന്നിട്ടുള്ള നാടകമാണ് എന്നും ഈ പറയുന്ന ശിവസേനക്കാരെ, ഈ അക്രമം കാണിച്ച ശിവസേനക്കാരെ മുഴുവൻ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണെന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വീണ്ടും ഇത് ആവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം കൊണ്ട് അത് അവസാനം അതങ്ങനെ സ്ഥാപിക്കുന്ന രീതിയിലായിപ്പോയി. അങ്ങനെ നമ്മൾ സഭയിൽ പറയാൻ പാടില്ല എന്നതിനേക്കാൾ കൂടുതൽ ഈ സഭയിലെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ട സ്ഥാനത്തുള്ള ഒരാളെന്ന നിലയിൽ മുഖ്യമന്ത്രി അതങ്ങനെ വീണ്ടും പറയരുതായിരുന്നു. ആദ്യത്തെ പരാമർശത്തെ എനിക്കൊരു വലിയ പ്രശ്നമായി തോന്നിയില്ല. കാരണം ഇതൊക്കെ കാണുമ്പോൾ ആദ്യത്തെ ഈ പറഞ്ഞ അബ്ദുൽ ഖാദറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രസാദ് ഊട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് അബ്ദുൽ ഖാദർ അവിടെ വിശദീകരിച്ചിരുന്നത് ഇത് CPM-ൻ്റെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് ഇത് തടഞ്ഞത് എന്ന രൂപത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് വളരെ പാസീവായിട്ട് പറഞ്ഞു. അതൊരു കുറേ സംസാരത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണം മാത്രമായിട്ട് കണക്കാക്കാം. പക്ഷേ പിന്നീട് ഈ ബഹളത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ രൂക്ഷമായ രൂപത്തിൽ ആണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത് പ്രശ്നമായി മാറുന്നത്. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതേപോലെയാണ്. അദ്ദേഹം പറഞ്ഞു വന്നത് കടുപ്പിച്ചു പോയി. കാരണം ഇവിടെ ഇത് അവസരം കിട്ടാൻ വേണ്ടി സദാചാരം എന്നൊരു വാക്കുപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നം എന്നുള്ളൊരു വാക്കുപയോഗിച്ചിട്ടോ എന്തെങ്കിലും തരത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അങ്ങനെയുള്ള ആളുകളുടെ കാലഘട്ടമാണ്. അപ്പോഴാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഈ പ്രസാദ ഊട്ട് തടയുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ അബ്ദുൽ ഖാദറിന് എന്ത് കാര്യം, അബ്ദുൽ ഖാദർ എന്തിനാണ് സംസാരിക്കുന്നത് ചോദിച്ചു. അങ്ങനെ താങ്കൾ കാണുന്നുണ്ടോ അവിടെ പ്രതിപക്ഷ നേതാവ് അനൗചിത്യമായി അല്ലെങ്കിൽ മനഃപൂർവ്വമായി അവിടേക്ക് കമ്മ്യൂണൽ ഫാക്ടർ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയെന്ന്? ഒന്നാമത് ഇതൊരു സദാചാര ഗുണ്ടായുസത്തിന്റെ പ്രശ്നമേ അല്ല. അവിടെ വെള്ളത്തിന്റെ ദൗർലഭ്യം കാരണം ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധം ഏറെ നാളായി അവിടെ നിൽക്കുന്നതാണ്. അവിടെ കൗൺസിലർമാരടക്കം പങ്കെടുത്തിട്ടുള്ള പ്രതിഷേധമാണെന്നത് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. അത് സദാചാര ഗുണ്ടായുസത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ടുവരുന്നു എന്നത് തന്നെ സംശയകരമാണ്.
അതിൻ്റെ പുറമെ ആ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ പറയാൻ ശ്രമിച്ച ആ മണ്ഡലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട MLA സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ വൈകാരികമായി പ്രകോപിതനാവുകയും താങ്കൾക്ക് എന്ത് ഈ പ്രതികളെ സംരക്ഷിക്കേണ്ട കാര്യമെന്ന് അബ്ദുൽ ഖാദർ എന്ന പേരെടുത്ത് പറയുകയും ചെയ്യുകയാണ്. സംശയാസ്പദമല്ലേ ശ്രീ സജീവൻ ഈ കാര്യത്തിലുള്ള ഇടപെടൽ? അക്കാര്യത്തിൽ അദ്ദേഹം ലക്ഷ്യം വെച്ചത് മറ്റെന്തോ ആണെന്ന്. അല്ല, രമേശ് ചെന്നിത്തല ലക്ഷ്യം വെച്ചോ എന്നുള്ളതല്ല പ്രശ്നം, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് നല്ല ആയുധമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെയുള്ളത്, ഇപ്പോൾ നേരത്തെ അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ, അവിടെയുള്ളത് ഒരു കുടിവെള്ള പ്രശ്നമാണ്. അവിടെ ആ പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ കുടിവെള്ളം ഇല്ലാതാവുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് തടയൽ. അല്ലാതെ അവിടുത്തെ കുടിവെള്ളത്തിൽ സദാചാരമില്ലല്ലോ. സദാചാര പ്രശ്നം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ള അസാംസ്കാരിക പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. അവിടെയുള്ള ആളുകളുടെ കുടിവെള്ളം എടുക്കുന്നത് മറ്റു പല, അബ്ദുൽ ഖാദർ തന്നെ നേരത്തെ പറഞ്ഞ 2 സ്ഥലങ്ങളിൽ നിന്നും ഗുരുവായൂരിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെയുള്ള വെള്ളം കൂടി എടുക്കേണ്ട ഇതിനെ സംബന്ധിച്ചൊരു തർക്കം അത് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഈ കുടിവെള്ളക്ഷാമമുള്ള സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള തർക്കം വന്നതിനെ പൂർണ്ണമായിട്ടൊരു സദാചാര ഗുണ്ടായിസമാണ് എന്നും അത് പ്രസാദ് കൂട്ടായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഗുരുവായൂരിലെ പ്രസാദ്, അതിൽ ചില യുക്തികതകൾ ബാക്കിയുണ്ട്, അതിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ വി രാജേഷ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. രാജേഷ്, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു നിങ്ങൾ ഇതിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇത് പ്രതിപക്ഷം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണെന്നൊക്കെ. ഈ ശിവസേന ഇന്നലെ നടത്തിയിട്ടുള്ള ഈ വൃത്തികേട് പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഇതിനകം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് BJPയുടെ തന്നെ സമുന്നതനായ കേരളത്തിലെ ഒരു നേതാവ് പറയുന്നു ശിവൻകുട്ടി സേന എന്നാണ് ശിവസേന തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത്, CPIM-ഉമാണ് അയാൾക്ക് ബന്ധം, വിഷയങ്ങളെ മാറ്റിവിടാൻ CPIM തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായി ഇപ്പോൾ അവരോട് പ്രവർത്തിക്കുകയാണ്. 10-12 പേർ വരുന്നു, മാധ്യമങ്ങളെ അറിയിക്കുന്നു, വലിയ കോലാഹലം ഉണ്ടാക്കുന്നു, പോലീസ് നിഷ്ക്രിയരാകുന്നു, അങ്ങനെയൊക്കെ. മുഖ്യമന്ത്രി പറയുന്നു ഇതിന് പിന്നിൽ ആരോ പ്രവർത്തിച്ചുവെന്ന്. അങ്ങനെയുണ്ടോ? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന ചോദ്യത്തിന് BJPയുടെ നേതൃത്വം പറയുന്ന ഉത്തരം CPM തന്നെയാണ് എന്നാണ്. ആ വിമർശനത്തെ അതിനെ നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? കെ സുരേന്ദ്രന്റെ ആ വിമർശനത്തെ? മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ എറണാകുളത്തെ നേതാക്കന്മാർ തന്നെയാണ് എൻ്റെ പുറകിലുള്ളത്. രക്ഷപ്പെട്ടില്ലേ മുഖ്യമന്ത്രി? വാളയാർ പീഡനം ചർച്ചയില്ല, ചലച്ചിത്ര നടിയുടെ ടെലിഫോണിനോ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങളോ സിം കാർഡോ ഒന്നും ചർച്ചയില്ല. അവരുടെ FIR വന്നിട്ടുണ്ട്, ചർച്ചയില്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ടോംസ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരം നടത്തുന്നു, ചർച്ചയില്ല. ഒരു ചർച്ചയില്ല. കേരളത്തിലെ പീഡനങ്ങളൊന്നും തന്നെ ഒരു ചർച്ചയില്ല. രക്ഷപ്പെട്ടില്ലേ മുഖ്യമന്ത്രി? ശിവസേനയും വെള്ളവും കൂടി വന്നതോടുകൂടി ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഒലിച്ചു പോയില്ലേ? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെയായി. മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ ഇത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതങ്ങനെ വിതുമ്പി നിൽക്കുകയായിരുന്നു. അതങ്ങ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. KV അബ്ദുൽ ഖാദർ ഇത് കേൾക്കൂ, അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നു ഇത് ഗൂഢാലോചനയാണെന്ന്, അത് വിടാം. ഇവിടെ പോലീസുകാർക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, അതിനൊക്കെ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മാധ്യമപ്രവർത്തകരെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ വൃത്തികേട് വരെ അരങ്ങേറാൻ പോകുന്നത്. പിന്നെ മറ്റൊന്ന്, സദാചാര ഗുണ്ടായിസം ഒരു നിലയ്ക്കും ഇവിടെ വകവെച്ച് കൊടുക്കില്ല എന്ന് അഴീക്കൽ പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ആ സന്ദേശം പോലീസിന് കൃത്യമായി കൈമാറിയതിന് ശേഷമാണ് ഇന്നലെ പോലീസ് ഈ നിഷ്ക്രിയത്വം അവിടെ കാണിച്ചത് എന്നതുകൂടി ഓർക്കണം. അതിന്റെ പിന്നാലെ വി രാജേഷ് ഉന്നയിക്കുന്നു CPIM നേതൃത്വം തന്നെയാണ് ഈ നിലയിൽ ഈ കാര്യങ്ങളെ വഴിതിരിച്ചു വിടാൻ ഇത്തരം ഓപ്പറേഷൻ നടത്തിയത് എന്ന്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? ഞാനൊരു മറുപടി പറഞ്ഞിട്ട് അദ്ദേഹത്തിലേക്ക് പോകാം. രാജേഷ് പറയൂ. ഇവിടെ താങ്കൾ എന്റെ ഉത്തരത്തിന്റെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ഉത്തരത്തിന്റെ പകുതി താങ്കൾ തന്നെ പറഞ്ഞു. പോലീസിനെ അറിയിച്ചു, മീഡിയാസിനെ അറിയിച്ചു, ശിവസേനയുടെ എല്ലാ നേതാക്കന്മാരും കൂടി ഉണ്ടായിരുന്നത് 12 പേരുണ്ടായിരുന്നുള്ളൂ. ചൂരൽ വടി വളരെ പ്രത്യക്ഷമായി കയ്യിലുണ്ടായിരുന്നുള്ളൂ. 12 പേർ വരുന്ന ശിവസേന ഒരു പ്രകടനമായിട്ട് മാധ്യമങ്ങളെയും കൂട്ടി വരുമ്പോഴേക്കും അവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും മർദ്ദിക്കുമ്പോഴേക്കും അതിനെ തടയാൻ ശേഷിയില്ലാത്ത പോലീസാണ് കൊച്ചിയിലെ പോലീസെങ്കിൽ, അതിന്റെ മന്ത്രിയാണ് ശ്രീ പിണറായി വിജയനെങ്കിൽ, കേരളത്തിലെ 3.5 കോടി ജനം. അപ്പോൾ ഈ ശിവസേനക്കാർക്ക് നല്ല പിന്തുണ കൊടുക്കാൻ പറ്റുന്ന പോലീസ് ഓഫീസർമാരെ അവിടെ സ്ഥാപിച്ച് ശിവസേനക്കാർ പെൺകുട്ടികളെയും പുരുഷന്മാരെയും തല്ലി ഓടിക്കുമ്പോഴേക്കും നിങ്ങൾ ഒന്നും പറയരുതെന്ന് ഡയറക്ഷൻ കൊടുത്ത് ഇന്നത്തെ 8-10 പേരുണ്ട്. ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും, മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഫ്രണ്ട് പേജ് ദളിത് പീഡനമല്ല, വാളയാർ പീഡനമല്ല, ഒന്നുമല്ല. VS അവിടെ സന്ദർശിക്കുന്നു, അതൊന്നുമല്ല. മഹിജ, നമ്മുടെ ജിഷ്ണുപ്രഭയുടെ അമ്മ ഇന്നലെ തിരുവനന്തപുരത്ത് വന്നു, അതൊന്നുമല്ല. ഇന്നത്തെ വിഷയം ശിവസേനയും സദാചാര പോലീസും. ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നടത്തിയ ഗൂഢാലോചന വിജയിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട കേരള, അതോടൊപ്പം തന്നെ മറ്റേ വയനാട്ടിൽ നടന്ന പീഡനം ചർച്ചയില്ല, അതിന്റെയൊക്കെ അന്വേഷണം എങ്ങോട്ടോ പോവുകയാണ്. കോടതിയിൽ ചാർജ് ഷീറ്റ് ഒരു തെളിവും കാണുകയാണ്. മറുപടി പറയൂ. ഇത് പോലീസിന് അറിയാത്ത ഒരു കാര്യമല്ല. പോലീസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട വിവരമുണ്ട്. മാധ്യമങ്ങളെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞതുമാണ്. പക്ഷേ പോലീസിന് തടയാൻ കഴിഞ്ഞില്ല എന്നതാണ്. അല്ല, എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രഖ്യാപനം മുൻകൂട്ടി നടത്തിയാൽ പിന്നെ പ്രസക്തിയില്ല. ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ശിവസേന എന്ന് പറയുന്ന
കൂളി സംഘവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് കേവല ആരോപണം മാത്രമാണ്. എന്ത് കാര്യം? എന്താ ഞങ്ങൾ കാര്യം? ശിവസേന എന്ന് പറയുന്ന ഒരു പിന്നെ അക്രമ സംഘടന, അരാജക സംഘടന, അവർ നടത്തിയിട്ടുള്ള ആ ഒരു വൃത്തികെട്ട കാര്യത്തെ നേരിടുന്ന കാര്യത്തിൽ പോലീസ് പരാജയപ്പെട്ടു. അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ സബ് ഇൻസ്പെക്ടർ അയാൾ വേറെ വല്ല പണിക്ക് പോലാവും നല്ലത്. അത് അത്തരത്തിൽ അല്ല. ഞാൻ പറയാം മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ ഈ കാര്യത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ നടപടിയും ഉണ്ടാകും. ഇവിടെ ശിവസേനയുടെ ഒന്നും അക്രമത്തിന് മുന്നിൽ കെ വി അബ്ദുൽ ഖാദർ, ഇവിടെ ഈ സദാചാര ഗൂണ്ടായിസം എന്നത് ഈ സർക്കാർ വന്നതിന് ശേഷം ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയതല്ലോ. SFIക്കാർ തന്നെ പ്രതികളായ സദാചാര ഗൂണ്ടായിസ കേസ് തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ അഴീക്കലിലെ ഗൂണ്ടായിസവും അതുമായി ബന്ധപ്പെട്ട് കുട്ടി മരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കടുത്ത ഭാഷയിൽ ഇത് വെച്ച് പൊറുപ്പിക്കില്ല, ഇവിടെ പോലീസ് കർശനമായ നടപടിയെടുക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അതിനുശേഷം VS അച്യുതാനന്ദൻ പലതവണ സർക്കാരിന് കത്തെഴുതുക വരെ ചെയ്തു, സദാചാര ഗൂണ്ടായിസത്തിനെതിരെ കർശനമായ നടപടി വേണമെന്ന്. ഈ സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നയം എന്താണെന്ന മെസ്സേജ് പോലീസിന് കൊടുക്കുന്നതിൽ ആരാണ് പരാജയപ്പെട്ടത്? മുഖ്യമന്ത്രിയല്ലേ? അല്ലാതെ പിന്നെ ആരാണ്? പോലീസിന് ഇവിടെ നിരന്തരമായി ഇത്തരം കേസുകളിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് നിലയുണ്ടാക്കിയത് ആരാണ്? ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടാവണം. നടക്കില്ല എന്ന് പോലീസിനോട് പറയണ്ടേ? ഈ കാര്യത്തിൽ ഞാൻ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത്തരം സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ കഥ എടുക്കാം, മണപ്പള്ളി കോളേജിലെ കഥ എടുക്കാം, അഴീക്കലിലെ കഥ എടുക്കാം, ഇന്നലെ ഇവിടെ പോലീസിന്റെ കൺമുമ്പിൽ വെച്ച് കൊച്ചിയിൽ നടക്കുന്ന കാര്യം എടുക്കാം. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിപ്പോയി എന്ന് അഡ്മിറ്റ് ചെയ്താൽ പോരല്ലോ. അതിന് മാത്രം സംഭവങ്ങളുടെ തുടർ പരമ്പര ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് സമീപനമാണ് എടുക്കാൻ പോകുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരവധിയായ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നവരെ വിമർശിച്ചവരാണ് നിങ്ങൾ. അതല്ല ഞങ്ങളുടെ നയമെന്ന് നിങ്ങളുടെ പോലീസിനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് സി അബ്ദുൽ ഖാദർ. അത് ശക്തമായിട്ട് പറയുന്നു ഗവൺമെന്റ്. അല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് ഗവൺമെന്റ് നിലപാട്. നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇങ്ങനെ പിന്നെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അത് കൃത്യമായ നയമാണ്. ശ്രീ ശബരിനാഥൻ, ഇവിടെ പോലീസിന് ഒരു വീഴ്ച പറ്റിയല്ലോ. ശബരിനാഥൻ, അങ്ങനെ വീഴ്ച പറ്റിയ സമയത്ത് അടിയന്തരമായി പോലീസിനെതിരെ നടപടിയെടുത്തു ആഭ്യന്തരമന്ത്രി. 8 വരെ സ്ഥലം മാറ്റിയ ഒരാൾക്ക് സസ്പെൻഷനുമുണ്ട്. നിങ്ങളുടെ കാലത്ത് എന്തെല്ലാം വൃത്തികേട് ഈ നാട്ടിൽ നടന്നുവെന്ന് ഓർമ്മയുണ്ടാകുമല്ലോ. അക്കാര്യത്തിൽ നിങ്ങളുടെ പോലീസ് സ്വീകരിച്ച നാണംകെട്ട സമീപനം എന്താണെന്നും ഈ നാടിന് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ഇപ്പോൾ ഈ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയുന്നത്? അല്ല, അന്ന് ഇതുപോലത്തെ ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരെല്ലാം ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ പറയാം, ഫെബ്രുവരി 9 ആണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രശ്നം ഉണ്ടായത്. അതിനുശേഷം ഫെബ്രുവരി 14 അനീഷ് എന്ന് പറഞ്ഞ ഒരു യുവാവ്, നമുക്കെല്ലാം അറിയാം, ഈ കൊല്ലത്ത് വെച്ച് ഈ ഒരു സദാചാര ഗുണ്ടായിസം നടന്നത്. ഈ സിനിമാ നടിയുമായി ബന്ധപ്പെട്ട കാര്യം നടന്നതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 22 23 ആണ്. ഏകദേശം 1.5 മാസമായിട്ടും ഇതിലൊരൊറ്റ പ്രതിയെ കണ്ടെത്തുവാനോ ഒരു ചാർജ് ഷീറ്റ് നൽകുവാനോ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യം പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഒരു PCയെയോ ഒരു SIയെയോ ഒരു CIയെയോ മാറ്റുകയല്ലാതെ ഇതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ഈ മൊത്തത്തിലുള്ള ക്രെഡിബിലിറ്റി ഇഷ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിബിലിറ്റി ഇഷ്യൂ ലോ ആൻഡ് ഓർഡറിൽ തന്നെയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ, ഹൈബീഡൻ സംസാരിച്ചത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിനെ കുറിച്ചാണ്. ഈ പറഞ്ഞ 3 കേസുകൾ, അതിനോടൊപ്പം അതേ ലൈനിൽ തന്നെ ഗുരുവായൂരിൽ പ്രസാദവൂട്ടിന് വേണ്ടിയുള്ള കുടിവെള്ള പ്രശ്നത്തിൽ പോലീസ് അതേ നിഷ്ക്രിയത്വം കാണിച്ചു. ഇന്നലെ എറണാകുളത്ത് മറീൻ ഡ്രൈവിൽ ശിവസേനയുടെ 4 ആളുകൾ എല്ലാ പത്രത്തിലും ന്യൂസ് ബൈറ്റും കൊടുത്ത് ചാനൽ OB വാനായിട്ട് വന്നിട്ട് അവിടെയുള്ള പോലീസുകാർ, ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടതാണ്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി ഇരിക്കുന്നത് തൊട്ടടുത്തൊരു ആൾ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുകയാണ്. ഒന്ന് അടിക്കാനോ അദ്ദേഹത്തെ പിടിച്ച് മാറ്റുവാനോ പോലീസിന് കഴിഞ്ഞില്ലല്ലോ. എറണാകുളത്തെ പോലീസാണ്. അതേ പോലീസ് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ഗുരുവായൂരിൽ കുടിവെള്ളം എടുക്കാൻ വന്നപ്പോൾ ആ കുടിവെള്ളം 15,000 ലിറ്റർ തുറന്നു വിട്ടപ്പോൾ നിഷ്ക്രിയരായി അനങ്ങാതെന്നതും ആ പോലീസാണ്. പിണറായി വിജയൻ ആരോപണത്തിനൊക്കെ ബേസ് ഉണ്ട്, ശരിയാണ് ശബരിനാഥൻ. പക്ഷെ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇതിനേക്കാൾ വലിയ ഗൂണ്ടായിസം കൊച്ചിയിൽ കാണിച്ചിട്ടുണ്ട് ഈ സദാചാര ഗൂണ്ടകൾ. അന്ന് ഇതിനേക്കാൾ കൂടുതൽ പോലീസ് പാർട്ടി ഒരു പണിയും എടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. പോലീസിനെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിന്റെ ചരിത്രം കൂടി ഓർക്കണം. ഈ സർക്കാരാണ് ഏറ്റവും വേഗത്തിൽ ഈ വിഷയത്തിലുള്ള സമീപനം എന്താണെന്ന് വ്യക്തമാക്കി പോലീസിനെതിരെ നടപടിയെടുത്തത്. അന്നത്തെ നമുക്കറിയാം, കൊച്ചിയിലുണ്ടായത് കോഴിക്കോട് ഹനുമാൻ സേന എന്ന പേരിൽ ഒരു ഗൂണ്ടാ സംഘം നടത്തിയ ആക്രമണം. അന്നൊക്കെ അതിന് കുടപിടിച്ച സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. അന്ന് ഇത്ര വേഗത്തിൽ നടപടിയെടുത്തതായി കണ്ടിട്ടില്ല.
അല്ല, ഇതിപ്പോൾ നടപടി എടുത്തേക്കുന്ന ഒരു SIA ട്രാൻസ്ഫർ ചെയ്താണ് നടപടി എടുക്കുന്നത്. ഇതിനേക്കുള്ള തീരുമാനം ആരാണ് കൾപ്രിറ്റ്സ്? യൂണിവേഴ്സിറ്റി കോളേജിൽ 1.5 മാസമായിട്ടല്ലോ ഒരാളെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ആളുകൾ ഇപ്പോഴും മാറി യൂണിവേഴ്സിറ്റി കോളേജിൽ ഹോസ്റ്റലിനകത്തിരിക്കുകയാണ്. എനിക്കിതിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നിയമസഭയുടെ വെല്ലിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നതുമൊക്കെ സാധാരണ പ്രതിപക്ഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രതിപക്ഷം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ 9 മാസത്തിൽ പ്രതിപക്ഷം ഒരു പ്രാവശ്യം പോലും സഭയിൽ വേണ്ടാത്ത കാര്യങ്ങൾ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രതിപക്ഷം ചെയ്തിട്ടില്ല. ഇന്ന് പ്രതിപക്ഷം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വെല്ലിരുന്ന് സമരം ചെയ്തു. മുഖ്യമന്ത്രി ആ ഒരു വിവാദ പരാമർശം നടത്തിയപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയില്ല. പ്രതിപക്ഷം സമാധാനപരമായി സ്പീക്കറോട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴും വീണ്ടും മുഖ്യമന്ത്രിയും ബാക്കി അംഗങ്ങളും അവിടെ ഇരുന്ന് പ്രകോപിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം അങ്ങോട്ട് നോക്കി. സജീവൻ, ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് നടപടിയെടുത്ത കാര്യം വിശദീകരിച്ചു, കർശനമായ സമീപനമുണ്ട് എന്ന് പറയുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ പ്രകോപിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നിരന്തരമായി ഇത് ആവർത്തിക്കപ്പെടുകയാണ്. അതിൽ SFIക്കാർ പോലും പ്രതികളായ കേസുകളുണ്ട്, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെയും ഈ കേസുകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. ഇന്നലെ കൊച്ചിയിലുണ്ടായി, പോലീസ് നോക്കി നിന്നു, പെട്ടെന്ന് നടപടിയെടുത്തു എന്നതൊഴിച്ചാൽ സദാചാര ഗൂണ്ടായിസം എന്നത് തടയുന്നതിൽ ഈ സർക്കാരിന്റെ നയം അത് കാർക്കശ്യത്തോടെ പോലീസ് വഴി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നത് തന്നെയാണോ ഏറ്റവും അവസാനമായി പറയേണ്ട കാര്യം? പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് ഇതിനേക്കാൾ ഭീകരമായ രൂപത്തിലാണ് അവരുടെ പോലീസ് പെരുമാറിയിരുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് പ്രകോപനമില്ല, അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായിട്ട് കിട്ടുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഈ കൊച്ചിയിലെ സദാചാര ഗുണ്ടായിസം, അല്ല ശിവസേനയുടെ ദുരാചാര ഗുണ്ടായിസം, അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നതിൽ എനിക്കത്ര ഒരു അത് ശരിയായ നടപടിയാണോ എന്നതിൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത്, ഇത് കുറേ അവിടെ ഈ ശിവസേനക്കാർ അടിച്ചോടിച്ചത് ഇപ്പോൾ അവിടെ പരസ്യമായിട്ട് അവർ ഒരുപക്ഷെ സഹോദരന്മാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, കാമുകന്മാരായിരിക്കാം, എന്തായിരിക്കും, പരസ്യമായിട്ട് അവർ വൃക്ഷത്തണലിലൊക്കെ ഇരിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെ പരസ്യമായി അടിച്ചോടിക്കുമ്പോൾ അവിടെ അടിച്ചോടിക്കപ്പെടുന്ന പുരുഷനെ ഒഴിവാക്കാം, ആൺകുട്ടിയെ ഒഴിവാക്കാം. പെൺകുട്ടിയുടെ മോഡസ്റ്റിയെ അതിഭീകരമായിട്ട് ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, അതിനെ അവഹേളിക്കുന്ന രൂപത്തിൽ, അതിനെ ധ്വംസിക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തിയാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇന്ന് എടുത്തിട്ടുള്ള, കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള കേസ് എന്താണ്? പോലീസിൻ്റെ ആദ്യത്തെ കേസ് ഇതാണ്, പോലീസിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി, പോലീസിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ എന്ത് തടസ്സമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ഇന്ന് മുഖ്യമന്ത്രി പോലും സഭയിൽ പറഞ്ഞത് അവിടെ പോലീസിൻ്റെ കൃത്യനിർവഹണം നടപ്പാക്കിയില്ലാണ്, പോലീസ് നിഷ്ക്രിയരായിട്ട് നിന്നു എന്നുള്ളതാണ്. അപ്പം നിഷ്ക്രിയമാരായി നിന്ന പോലീസിൻ്റെ ഒരു കൃത്യനിർവഹണത്തെയും അവിടെ തടസ്സപ്പെടുത്തിയില്ല. നേരെ മറിച്ച് അവിടെ IPC 509 സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ കിട്ടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിന് ആ രീതിയിൽ കേസെടുക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഈ ശിവസേനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്നിട്ട് അവരെ ഈ പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തി എന്ന രൂപത്തിൽ കേസ് ചാർജ് ചെയ്യുകയോ, അല്ലെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ കേസ് ചാർജ് ചെയ്യുമ്പോൾ അത് ലഘൂകരിക്കപ്പെട്ട കേസ് തന്നെയാണ്. ഒരു സ്ത്രീയെ അപമാനിക്കുന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, ബൈ വേർഡ് ഓർ ജസ്റ്റർ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല IPC. അതാണ് KV അബ്ദുൽ ഖാദർ. ഇവിടെ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഒരു സംഘം ആളുകൾ വന്ന ഒരു പെൺകുട്ടിയെ തല്ലി ഓടിക്കുക, സ്ത്രീയെ അതിക്രമിക്കുക പരസ്യമായി, അവരുടെ എല്ലാ മനുഷ്യാവകാശങ്ങൾക്കും മേൽ ഒരു സംഘം ഗൂണ്ടാ സംഘം കടന്നു കയറുക, എന്നിട്ട് പോലീസ് അത് നോക്കി നിൽക്കുക ഈ സർക്കാരിന് കീഴിൽ. മറ്റൊന്ന്, അതൊരു വിവാദമായപ്പോഴെങ്കിലും അതിന്മേൽ നടപടിയെടുക്കാൻ ഒരുങ്ങുന്നു, അതിൽ പോലും ആവശ്യമായ വകുപ്പുകൾ ചുമത്താൻ തയ്യാറാവാതെ അത് കേവലമായ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയമാക്കി കണ്ടുകളയുക. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പോലീസിനെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. ഇല്ല, പോലീസിനെ അങ്ങനെ, പോലീസിനോട് ഇന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള, നിയമസഭയിൽ നൽകിയ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഞങ്ങള് കാപ്പ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ട് എടുക്കുകയില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം, ഒരു സംശയവും വേണ്ട, കാപ്പ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഈ ശിവസേനയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പോലീസ് പ്രതികരിക്കും, ഗവൺമെന്റ് പ്രതികരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലഘൂകരിച്ച് കാണുകയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് അത് ഏതെങ്കിലും പാർട്ടിയുടെ തണലിലാണെങ്കിൽ പോലും കർശന നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയിലെ ശിവസേനയുടെ സദാചാര ഗുണ്ടായുസത്തിനെതിരായിട്ട് കൂടുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും.
വി രാജേഷ്, ഇന്നിവിടെ മറൈൻ ഡ്രൈവിൽ സമരം നടന്നുവല്ലോ. അതിനെതിരായി BJP-കാരുടെ വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു അവിടെ. യുവമോർച്ചയുടെ മാതൃവന്ദനം എന്ന പേരിൽ അതിനൊരു പ്രതിരോധ പരിപാടി അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ സദാചാര ഗൂണ്ടായിസത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലയെടുക്കുകയാണോ നിങ്ങളും ഇവിടെ? നിഷാദ്, ഞങ്ങളുടെ പഴയ നിലപാട് ഞങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇവിടെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന CPM ആണ്. പരസ്യ ചുംബനത്തെ MP രാജേഷ് MP പോയി ചെന്ന് ഇന്ത്യയിൽ മുഴുവൻ പരസ്യ ചുംബനത്തിന് നടത്തുന്നവർക്ക് സപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം പിണറായി വിജയനാണ് പറഞ്ഞത് മുറിക്കകത്ത് ചെയ്യേണ്ടത് റോഡിൽ ചെയ്യുന്നത് ശരിയല്ല, അതിന് പിന്തുണ നോക്കുന്നത് ശരിയല്ല. ഇതിൽ നിലപാടില്ലാത്ത അവർക്കാണ്. ഈ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ പ്രൊമോട്ട് ചെയ്തതുകൊണ്ടാണ് പിന്നീട് പല ലൈംഗിക പീഡനങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നതിന് അവർക്ക് പ്രചോദനമായി മാറി. ഞാൻ രാജേഷിൻ്റെ നടപടി തെറ്റെന്നല്ല, ഇവരൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരുടെ പാർട്ടിക്കാണ് നിലപാടില്ലാത്ത. ഞങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലപാടുണ്ട്. ഞാൻ അബ്ദുൽ ഖാദർ MLA ഫോണിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തുവെന്ന്. ഈ സർക്കാർ വന്നതിന് ശേഷം ജനങ്ങളുടെ അവസ്ഥ ട്രാജഡിയും സർക്കാർ വലിയൊരു കോമഡിയായിട്ട് മാറിയിരിക്കുകയാണ്. എറണാകുളത്ത് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു, വയനാട്ടിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു, വാളയാറിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു, യൂണിവേഴ്സിറ്റി കോളേജിൽ ഉദ്യോഗസ്ഥൻ്റെ കഴിവുകേട്, നടിയുടെ ഫോൺ കിട്ടാത്തത് ഉദ്യോഗസ്ഥൻ്റെ കഴിവുകേട്. ഇങ്ങനെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും താലൂക്കുകളിലും കഴിവുകേട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തിട്ട് ഈ പോലീസ് ലോ ആൻഡ് ഓർഡർ ശിവസേനക്കാരുടെ കയ്യിലേൽപ്പിക്കാൻ പോവുകയാണോ? ഇവിടെ റിസർവ് ബാങ്കിന് മുന്നിൽ പിണറായി വിജയൻ സമരം നയിച്ചപ്പോഴേക്കും ശിവസേനയാണല്ലോ ധീര വീര മുന്നോട്ട് ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയത്. ശിവസേനയെ തള്ളി പറയുന്ന ഈ അബ്ദുൽ ഖാദർ പറഞ്ഞല്ലോ, എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ശിവസേനയെന്ന് പിന്തുണയ്ക്കേണ്ടതില്ലെന്ന്. അന്നെന്തേ പറയാത്തത്? നിങ്ങൾ ഈ ടൈപ്പ് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. അതിനർത്ഥം ശിവസേനയും CPM തമ്മിൽ, പ്രത്യേകിച്ച് ശിവസേനയ്ക്ക് BJP-യോട് മഹാരാഷ്ട്രയിലെ ചില കാര്യങ്ങൾ ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എതിർപ്പ് മുതലെടുക്കുവാൻ വേണ്ടി ശിവസേനയെ ഇത്തരത്തിലൊരു ഫോഴ്സായിട്ട് CPM വളരെ നരേന്ദ്രമോദിയെ ഡിമോണിറ്റൈസേഷൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരായി സംസാരിക്കാൻ ശിവസേനയെ കിട്ടിയാൽ കൊള്ളാം. നിങ്ങൾ റിസർവ് ബാങ്കിൻ്റെ മുമ്പിലോട്ട് വന്നോ, ഫ്ലക്സ് ഞങ്ങൾ അടിച്ചു വരാം. ഇവിടെ ഈ പീഡന വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ നിന്ന് മാറാൻ വേണ്ടി നിങ്ങൾ എറണാകുളത്ത് പ്രശ്നം ഉണ്ടായിക്കോ, ഞങ്ങൾ പേരിന് വേണ്ടി രണ്ടുപേരെ റിമൈൻഡ് ചെയ്യാം. ഒരു പാവപ്പെട്ട ഒരു സബ് ഇൻസ്പെക്ടറുടെ പണി വെള്ളത്തിലായി, അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുക്കാം, നിങ്ങൾക്ക് ജാമ്യം തരാം, അദ്ദേഹത്തെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് തിരിച്ചെടുക്കാം. അതോടുകൂടി നിയമസഭ നമ്മളൊക്കെ ഈ സമയത്ത് വാളയാർ പീഡനത്തെക്കുറിച്ച് അങ്ങനെ ഇനി കേരളത്തിൽ ഒന്നും ഇരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ശ്രീ AK ആന്റണി ഉൾപ്പെടെ ഉള്ളവർ തള്ളിപ്പറഞ്ഞു. വയനാട്ടിലെ പീഡനം പല ക്രൈസ്തവ സഭ ഒന്നടങ്കം തള്ളിപ്പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സജീവ ചർച്ചയും നിയമനിർമ്മാണവും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ചാർജ് ഷീറ്റുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ട വിലയേറിയ സമയം മുഖ്യമന്ത്രി തന്നെ വെല്ലിലിറങ്ങിക്കൊണ്ട് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശിവസേനയുടെ ഈ ഒരു ചെയ്തിയിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തികട്ടി വന്നു വാക്കുകൾ. ഗൂഢാലോചന, CPM നടത്തിയ ഗൂഢാലോചന വേറെ ആരും പറഞ്ഞില്ലല്ലോ, ആദ്യം പറഞ്ഞ അദ്ദേഹം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഭരണം പൊളിഞ്ഞിരിക്കുന്നു. 8 മാസം കൊണ്ട് ഈ ഭരണം പൊളിഞ്ഞിരിക്കുന്നു. ശ്രീ K. ശബരിനാഥൻ ഇന്ന് ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. നമ്മളതിന് തുടക്കത്തിൽ പറഞ്ഞു പോവുകയും ചെയ്തതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള ആ പരാമർശം, അതായത് സദാചാര ഗൂണ്ടായിസവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് സദാചാര ഗൂണ്ടായിസത്തിന്റെ ഭാഗമാണ് അവിടെ വെള്ളം മറിച്ചിട്ടത് എന്ന ചർച്ച കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഒന്ന്, സദാചാര ഗുണ്ടായിസം എന്നുള്ളതൊരു ടെക്നിക്കൽ വാക്കല്ലല്ലോ. നിയമസഭയിലോ കോൺസ്റ്റിറ്റ്യൂഷനിലോ സദാചാര ഗുണ്ടായിസം എന്നൊരു വാക്ക് പറയുന്നില്ല. അതിൻ്റെ അതിർവരമ്പുകൾ എന്താണെന്ന് നിശ്ചയിക്കാനുള്ളത് അത് സംസാരിക്കുന്ന ആളുകളാണ്. നിങ്ങളൊരു പക്ഷേ 2 ആളുകൾ പാർക്കിലിരിക്കുമ്പോൾ അതിനെതിരെ അടിക്കാൻ വന്നാൽ അത് സദാചാര ഗുണ്ടായിസമായിരിക്കാം. ചില ആളുകൾക്ക് ഒരു പക്ഷേ ഒരു സിനിമയിൽ ഒരു ഗർഭിണിയായ അമ്മ ഡെലിവറി നടത്തുന്നത് അത് സദാചാര പ്രശ്നമായിരിക്കാം. അപ്പോൾ എന്താണ് സദാചാര ഗുണ്ടായിസം, എന്താണ് സദാചാരം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനുള്ളത് അതിന് പ്രത്യക്ഷമായ നിയമങ്ങളില്ലാത്തത് കൊണ്ട് അത് പറയുന്ന ആളുകൾക്കാണ്. രണ്ടാമത്, ഇത് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് പ്രധാനമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പോയിൻ്റ് ഏറ്റെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസിൻ്റെ നിഷ്ക്രിയത്വം കാണിക്കുവാനാണ്. ഇന്നലെ പോലീസിൻ്റെ ഫ്രണ്ട് വെച്ച് മാർച്ച് 8-ന് മറൈൻ ഡ്രൈവിൽ പെൺകുട്ടികളെ അടക്കം ആക്രമിച്ചു. ഇന്ന് പോലീസിന്റെ ഫ്രണ്ട് വെച്ച് തന്നെ വൈകുന്നേരം ഗുരുവായൂരിൽ 15,000 ലിറ്റർ കുടിവെള്ളം തുറന്നുവിട്ടു. ഗൗരവപ്പെട്ട പ്രശ്നം അവതരിപ്പിക്കുകയാണല്ലോ നിയമസഭയിൽ. അങ്ങനെ ഗൗരവപ്പെട്ട പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ ആഡ് ചെയ്ത് സംസാരിക്കാൻ ആ മണ്ഡലത്തിൽ, ആ ക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിലെ MLAക്ക് അധികാരമില്ല എന്ന സമീപനം എങ്ങനെയാണ് എടുക്കുക? പറഞ്ഞിട്ടില്ല. ആ MLAക്ക് സംസാരിക്കാൻ സമയം ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, സർ ഗുരുവായൂർ MLAക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ അച്ചടക്കത്തോടെ നല്ല ഒരു സാമാജികനായ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഇരുന്നതിന് ശേഷം മാത്രമേ ടെക്നിക്കലായി കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് മെമ്പർക്ക് സംസാരിക്കാൻ കഴിയൂ. ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൂട്ട് തടയാൻ ശ്രമിക്കുന്നവരെ എന്തിനാണ് അബ്ദുൽ ഖാദർ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം എന്തിനുന്നയിക്കുന്നു?
അല്ല, അദ്ദേഹം ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്ദുൽ ഖാദർ അടക്കം ചില പ്രതിപക്ഷ MLA അദ്ദേഹം സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഇതിനെ വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. അല്ല, അതൊരു സദാചാര പ്രശ്നമല്ല, അതൊരു സദാചാര പ്രശ്നമല്ലെന്നും അവിടെ വേറെ അതിന് പശ്ചാത്തലമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അല്ലാതെ രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തെ തടുക്കാനല്ല. അപ്പോൾ KV അബ്ദുൽ ഖാദർ എന്താണ് ഗുരുവായൂർ അമ്പലത്തിലെ ഈ പ്രതികളെ സംരക്ഷിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല, അത് ആ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ പ്രതിപക്ഷവും അബ്ദുൽ ഖാദറിന് സമ്മതിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് വളരെ നാച്ചുറലായിട്ടൊരു റിയാക്ഷൻ, മെഷേർഡായിട്ടുള്ള റിയാക്ഷൻ വന്നത്. ആ റിയാക്ഷനെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൂട്ട് തടയാൻ നോക്കുന്നവരെ അബ്ദുൽ ഖാദർ എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു എന്നുള്ള കാര്യത്തെയാണ് വെട്ടിമുറിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ അബ്ദുൽ ഖാദറിന് എന്ത് കാര്യമെന്ന് പറഞ്ഞ് ഇന്ന് സജീവൻ കേൾക്കൂ. ഒന്നാമത്തെ കാര്യം, ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൂട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് തടയപ്പെട്ടിട്ടുണ്ടോ, അത് ഈ വെള്ളമില്ലാത്തതുകൊണ്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അങ്ങനെയൊന്നില്ല. പ്രസാദമൂട്ടിന് അവിടെ ഒരു പ്രശ്നവുമില്ല. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് രമേശ് ചെന്നിത്തല പഠിച്ചിട്ടുമില്ല. പക്ഷേ പഠിക്കാതെ വളരെ ആധികാരികമായ സ്വഭാവത്തോടെ അദ്ദേഹം ചോദിക്കുകയാണ്, ഗുരുവായൂർ അമ്പലത്തിലെ ആചാരങ്ങൾ, അതായത് ഈ പ്രസാദമൂട്ട് അത് മുടക്കുന്നവരെ സംരക്ഷിക്കാൻ അബ്ദുൽ ഖാദറിന് എന്ത് കാര്യമെന്ന് ഒരു കാര്യത്തിൽ ഉത്തമ ബോധ്യമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ അതിന് ദുരുദ്ദേശമുണ്ട് എന്ന് പറയാം, ഇല്ലേ? അല്ല, ഉത്തമ ബോധ്യം ഉണ്ടോ എന്നുള്ളത് സജീവൻ താങ്കളോട്. ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൂട്ട് തടസ്സപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. തടസ്സപ്പെട്ടാലാണ് നമ്മളതിനെക്കുറിച്ച് പറയേണ്ടത്. ഗുരുവായൂരിലേക്ക് കൊണ്ടുവരുന്ന വെള്ളം ഈ പറഞ്ഞ തടഞ്ഞ സ്ഥലത്തു നിന്നുള്ള മാത്രമല്ല, അവിടെ തർക്കമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വെള്ളം എടുക്കുന്നത് നേരത്തെ തന്നെ അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ 2 സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടേക്ക് ആവശ്യമായ വെള്ളം വരുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ അവിടെ ഉത്സവ സീസൺ ആയതുകൊണ്ട് കൂടുതൽ വെള്ളം ആവശ്യമാണ്. തീർച്ചയായിട്ടും അവിടേക്ക് വെള്ളം കൊണ്ടുവരുന്നത് മറ്റു ഭാഗത്തു കൂടി വെള്ളം കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ട് സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ തങ്ങളുടെ പ്രദേശത്തുള്ള വെള്ളം എടുക്കുന്നതിന് തടയാൻ ശ്രമിക്കും. അത് കാരണം അതിന് കുടിവെള്ളം ഇപ്പോഴും യുദ്ധത്തിലേക്കാണ് കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നതൊക്കെ നമ്മൾ പറയും. ഇതാണ് പ്രശ്നം. അതിനെ ശബരിനാഥൻ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കാണുമ്പോൾ ഇത് സദാചാര ഗുണ്ടായിസമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ ഭരണഘടനയിലുമില്ല, മറ്റെവിടെയും എഴുതി ചേർത്തില്ല എന്നുള്ള രീതിയിൽ ഇതിനെ സദാചാര ഗുണ്ടായിസമാണ് വ്യാഖ്യാനിക്കാം എന്ന് എനിക്ക് പറയാം. പക്ഷേ ശബരിനാഥനെ പോലൊരു MLAക്കോ പ്രതിപക്ഷ നേതാവിനോ മറ്റേ മുഖ്യമന്ത്രിക്കോ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. അത് പറയുമ്പോൾ വലിയ പ്രശ്നമാകും. ഞാൻ പറയാം, രാജേഷ് തിരക്കുണ്ട്. രാജേഷ്, ഇവിടെ ഇപ്പോൾ ഇതൊരു സദാചാര പ്രശ്നമായി രാജേഷ് കാണുന്നുണ്ടോ? സദാചാര ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹം പറയുകയാണ് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KV അബ്ദുൽ ഖാദർ സംസാരിക്കാൻ ഒങ്ങുമ്പോൾ KV അബ്ദുൽ ഖാദറിന് അവിടെ പ്രസാദമൂട്ട് തടസ്സപ്പെടുന്നതിൽ പ്രതികളെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ് എന്ന് അനുചിതമായി പോയി അല്ലെങ്കിൽ വേണ്ടാത്തത് പറഞ്ഞു രമേശ് ചെന്നിത്തല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അത് സഭയിൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വേർഡ് ഓഫ് എക്സ്ചേഞ്ച് എനിക്ക് പൂർണ്ണമായിട്ടും കേൾക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ ഈ വിഷയം കൂടി നമ്മുടെ ചർച്ചയിൽ ആഡ് ചെയ്തതിന് ശേഷം ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് റിയാലിറ്റി ശേഖരിക്കാനുള്ള സമയം എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഈ ചർച്ച ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ഇമ്മച്ചുറായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ അത് പറയുന്നില്ല. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അങ്ങനെ വെള്ളം എടുക്കുന്നതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥലം MLAക്ക് പ്രമുഖ പരിഗണന നൽകി അത് പരിഹരിക്കണമായിരുന്നു. തടയുന്ന തരത്തിലൊന്നും പോകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വേറെ വിഷയമാണ്. MLAക്ക് പരിഗണന നൽകണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ ശബരിനാഥൻ ഈ സദാചാര ഗൂണ്ടായിസം എന്ന വാക്ക് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്നതിന് സാങ്കേതികമായ ഏതെങ്കിലും എഴുതപ്പെട്ട കൃത്യതകളില്ലല്ലോ എന്നാണ് കൗതുകം തോന്നുന്നത് കേൾക്കുമ്പോൾ. കാരണം രമേശ് ചെന്നിത്തലയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് സദാചാരം എന്ന വാക്ക് എവിടെ ഉപയോഗിക്കണമെന്ന് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രസാദമൂട്ട് തടയപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ പ്രസാദമൂട്ടിൻ്റെ കഥ ഇവിടെ കൊണ്ടുവരുന്നത്? പ്രസാദമൂട്ട് തടയപ്പെട്ടതല്ല. പ്രസാദമൂട്ടിന് വേണ്ടി കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അവിടുത്തെ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചത് ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സഭയിൽ 8:30 തൊട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രശ്നം 10 മണിക്ക് നടക്കുമ്പോൾ സഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ബിറ്റായിട്ട് കാണാതെ ആ ഒരു സീക്വൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് സാധാരണ എല്ലാ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെ എല്ലാ ദിവസവും അടിയന്തര പ്രമേയമുണ്ട്, പ്രതിപക്ഷം വെല്ലിറങ്ങാറുണ്ട്, പ്രതിപക്ഷ വാക്കൗട്ട് നടത്താറുണ്ട്, അപ്പോഴൊന്നും ഇറങ്ങാത്ത ഭരണപക്ഷ അംഗങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഓടി വന്ന് ഇതുവരെ കാണാത്തൊരു ആർജവത്തോടെ ഓടി വന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ആർപ്പ് വിളികളോടെ ഒരുപക്ഷെ അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ച്
പല ആളുകളും മുണ്ട് മടക്കി കുത്താൻ തുടങ്ങി ഒരു സംഘട്ടനത്തിലേക്ക് ഒരുപക്ഷെ കവലയിൽ നടക്കുന്ന പോലെ എന്തുകൊണ്ട് ഭരണപക്ഷ MLA-മാർ ഇന്നു മാത്രം ഇറങ്ങി? അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ദിവസവും പ്രശ്നമുണ്ടല്ലോ. വരൾച്ചയുടെ അടിയന്തരം ഉണ്ടായിരുന്നു, സദാചാരത്തിന് അടിയന്തരം ഉണ്ടായിരുന്നു, എന്താ പറയുക, റേഷൻ്റെ അടിയന്തരം ഉണ്ടായിരുന്നു, സ്ത്രീ സുരക്ഷയുടെ അടിയന്തരം ഉണ്ടായിരുന്നു. അതോടൊപ്പം എല്ലാ ദിവസവും അടിയന്തര പ്രമേയമുണ്ട്. ഇന്ന് മാത്രം ഇത്രയും പ്രകോപിതരാവാൻ എന്തവിടെ സംഭവിച്ചു? സാധാരണ ചെയ്യുന്നതോടെ തന്നെ നിയമസഭാ സ്പീക്കറെ നോക്കി മെമ്പർമാർ സംസാരിക്കുകയായിരുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഞാൻ ഉൾപ്പെടെ സ്പീക്കറുടെ മുന്നിലാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എന്തിന് ഇത്രയധികം ആളുകൾ ഓടി വന്നു? അതിൻ്റെ ലോജിക്കും അതിൻ്റെ ഗീബൽസിയൻ തന്ത്രവുമാണ് നമ്മളിന്ന് പഠിക്കേണ്ടത്. അതിൻ്റെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരുപക്ഷെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ വാളയാറിലെ പ്രശ്നവും മറ്റു പ്രശ്നങ്ങളും കൊല്ലത്തെ പ്രശ്നവും സിനിമാ നടിയുടെ പ്രശ്നവും ഒന്നും നാട്ടുകാർ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇന്നും നാളെയും സഭ ഇങ്ങനെ സ്തംഭിച്ചു പോട്ടെ, അതോടെ ഈ വിഷയം 2 ദിവസം കൊണ്ടങ്ങ് മാറിപ്പോകുമെന്ന് വിചാരിച്ച ഒരു ഗീബൽസിയൻ തന്ത്രമാണ് ഇന്ന് ഭരണപക്ഷം കാണിച്ചത്. അല്ലെങ്കിൽ ഒരാവശ്യവുമില്ല ഭരണപക്ഷ എംപിമാർക്ക് ഇങ്ങനെ ഒന്ന് ഓടിയെത്തുവാനുള്ളത്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നപ്പോൾ കാണിച്ച അതേ, ഒരുപക്ഷെ അവർക്ക് മുകളിൽ കയറാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും കസേര പറിച്ചിട്ടേനെ. അതിനേക്കാൾ വലിയ രൗദ്രത്തോടെയാണിന്ന് ഉറഞ്ഞു തുള്ളി ഓരോ ഭരണപക്ഷ MLA-യും ഇന്ന് വന്നത്. സദാചാര പ്രശ്നം തന്നെയാണ് വിഷയം. KN കുഞ്ഞഹമ്മദ് ടെലിഫോൺ ലൈനോട്. KN കുഞ്ഞഹമ്മദ്, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുകയാണല്ലോ. സദാചാര ഗൂണ്ടായിസം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യതയുള്ള നിലപാടുണ്ട് എന്ന് ആവർത്തിക്കുന്നവരാണ് അവർ. കഴിഞ്ഞ തവണ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന സദാചാര ഗൂണ്ടായിസവും പോലീസിൻ്റെ നിഷ്ക്രിയത്വവും വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയവരുമാണ്. ഇന്നിപ്പോൾ അവർ ഭരിക്കുമ്പോഴും ഇത്തരം സദാചാര ഗൂണ്ടായിസത്തിൻ്റെ കഥകൾ നിരന്തരമായി കേൾക്കുന്നു. അത് അവരുടെ SFI പോലും അവരുടെ കുത്തകയായ കോളേജുകളിൽ നടപ്പിലാക്കുന്നു എന്നതുകൂടി ഓർക്കണം. ഇത് ആവർത്തിക്കപ്പെടുന്നു. നടപടിയെടുക്കുന്നുണ്ട് എന്നത് ആശ്വാസദായകമാണെങ്കിലും ആവർത്തിക്കപ്പെടുന്നതിൻ്റെ കാരണം സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണോ? കേരളത്തിലെ സദാചാര ഗുണ്ടായിസം ഒരു സർക്കാർ പ്രശ്നം എന്ന രീതിയിലേക്ക് പരിമിതപ്പെടുത്താനാവില്ല. കേരളത്തിന്റെ സാമൂഹ്യ അബോധത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ അട്ടിമറികൾ തന്നെയാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ പല കാരണങ്ങൾ ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടായിസത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അടിസ്ഥാന കാരണം ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ജനാധിപത്യ കമ്മി തന്നെയാണ്. മനുഷ്യബന്ധങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത, മനുഷ്യ സ്വാതന്ത്ര്യത്തെ ആദരിക്കാൻ കഴിയാത്ത വളരെ സങ്കുചിത മനസ്കരായ ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ കൃത്യമായും കണ്ടതാണ്. ശിവസേന രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലം സകലർക്കും അറിയാവുന്നതാണ്. വളരെ സങ്കുചിതമായ പ്രാദേശികവാദം, ഇന്ത്യൻ ജനതയെ പ്രാദേശികതയുടെ പേരിൽ ശത്രുക്കളായി മുദ്രകുത്തുന്ന സമീപനം. അവരാണ് നമ്മുടെ മഹാരാഷ്ട്ര അസംബ്ലിയിൽ ഭാരത് മാതാ കി ജയ് വിളിക്കാത്തതിന്റെ പേരിൽ ഒരാളെ വാരീസ് പത്താൻ എന്ന് പറയുന്ന ഒരു MLA-ക്ക് സസ്പെൻഷൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ചരിത്രത്തിലെ വലിയ തമാശകളാണ്. കാരണം വളരെ പ്രാദേശിക സങ്കുചിതവാദം ഉയർത്തിപ്പിടിക്കുകയും അതിന്റെ പേരിൽ ഇന്ത്യക്കാരായ ജനങ്ങളെ വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്ത ഒരേ സംഘടന തന്നെ പിന്നെ ഭാരത് മാതയുടെ ആളുകളാവുന്നു. അതുപോലെ തന്നെ ഒരു എത്തിക്സും ഇല്ലാതെ, ഒരു സദാചാര ബോധവും ഇല്ലാതെ, ഒരു മാനവിക ബോധവും ഇല്ലാതെ തമിഴ്നാട്ടിൽ കേരളത്തിലൊക്കെ മനുഷ്യരെ ആക്രമിച്ചവർ ഇപ്പം കേരളത്തിൽ, അതും നമ്മുടെ തലസ്ഥാന നഗരിക്ക് സമീപത്തൊക്കെ ധാർമ്മികതയുടെ ഒക്കെ മാലാഖമാരായി ചമച്ചിട്ട് അത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിനെതിരെ മാത്രമായി നമുക്ക് ഇനിയും ഉന്നയിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഒന്ന് സാർവദേശീയതയുടെ അല്ലെങ്കിൽ വിശാലമായ മാനസികാവസ്ഥയുടെ ഒക്കെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലും ഇത് വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്തെ SFI സഖാക്കളുടെ കാര്യമെടുത്താൽ അവരും ഇത്തരം മാനസിക പ്രശ്നമുള്ളവരാണെന്ന് കാണേണ്ടി വരും. അപ്പോൾ അവരെ അങ്ങനെ രാഷ്ട്രീയമായി പഠിപ്പിക്കുന്നതിലുണ്ടായിട്ടുള്ള വീഴ്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്, ശിവസേന പോലുള്ള കക്ഷികളാണല്ലോ ഈ ധാർമ്മികതയുടെ പോലീസായിട്ട് വരുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു പ്രവണത ഉണ്ടാകുമ്പോൾ ആ പ്രവണതക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഇതിനെതിരെയുള്ള ആശയപരമായ പ്രചാരണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരം ഈ രണ്ട് ദൗത്യവും കണ്ണിയേർക്കപ്പെടണം. അതായത് ഇത് വെറൊരു സർക്കാർ പ്രശ്നമല്ല. അതേസമയം സർക്കാർ വളരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇത്തരം ഒരു സംഭവം ഉണ്ടായ ഉടൻ തന്നെ വളരെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമാണ്. അതേസമയം ഇത്തരം പ്രവണതകൾ ഇനിയും തലപൊക്കാൻ സാധ്യതയുണ്ട്. അത് തലപൊക്കുന്ന സമയത്ത് അതിനെതിരെ നടപടിയെടുക്കാനും പ്രതികരിക്കാനേ സർക്കാരിന് കഴിയുള്ളൂ. അതേസമയത്ത് സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, ജനാധിപത്യ സംഘടനകൾ ഇത്തരം പ്രവണതയുടെ വേര് എവിടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത്തരം ഇടപെടലുകൾ വേണമെന്നാണ് താങ്കൾ പറയുന്നത്. നന്ദി ശ്രീ KN കുഞ്ഞഹമ്മദ്. ഒപ്പം ശബരിനാഥ്, KV അബ്ദുൽ ഖാദർ, VV രാജേഷ് സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്.
സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി പൊളിമിക്സ് കാണാം. നമസ്കാരം.